സാബുമോൻ ഇന്നലെ വന്ന്, പക്ഷെ ഇന്ന് തന്നെ പറഞ്ഞു വിടണമായിരുന്നോ? കുറച്ചും കൂടി കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി വിട്ടാൽ മതിയായിരുന്നു തോന്നിയോ? എനിക്ക് പേഴ്സണലി തോന്നി ഇന്നത്തെ ഒരു റോസ്റ്റിങ്, ആ റോസ്റ്റിങ് നല്ല അടിപൊളിയായിട്ട് ഉള്ളതുപോലെ തന്നെ എല്ലാവരോടും സാബുമോൻ പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യം സാബുമോൻ ചെയ്തു. പിന്നെ സാബുമോൻ വന്നപ്പോൾ കുറച്ച് കണ്ടന്റ് വന്നു എന്നുവെച്ചാല് ഒരു അത്യാവശ്യം ഇപ്പൊ സാബുമോൻ ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങള് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഇന്ന് എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ ആദിലയോട് നമ്മുടെ വീടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് സാബുമോൻ. എനിക്ക് സാബുമോനെ തെറ്റിപ്പോവും. അപ്പൊ ആദ്യം തന്നെ ആദിലയോട് ഈ വീടിനെ പറ്റി പറയുന്നത്, ഈ വീട് ആദ്യം കാണിക്കുന്നത് ഡ്രസ്സുകൾ വെച്ചിട്ടാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വീടിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി ആണ് കൊടുക്കുന്നത്. സാബുമോനാണ് മൊത്തം എന്നിട്ട് ടാസ്കുകൾ കൊടുക്കുന്ന എല്ലാം സാബുമോനാണ്. നല്ലൊരു ടാസ്ക് കൊടുത്തു. എന്താണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാലും, സീസൺ 1 വിന്നർ ആയതിനു ശേഷം പുറത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം പറയുക. ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞതാണ്, ഇനി വീണ്ടും ചെയ്യിപ്പിക്കുന്നുള്ളൂ. മോർണിംഗ് ടാസ്ക് നല്ല രീതിയിൽ തന്നെ സാബുമോൻ ചെയ്തു. വേറൊന്നുമല്ല, സീസൺ 1 ശേഷം എനിക്ക് 2 മൂവി കിട്ടി. ആ മൂവി നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഞാൻ നല്ല രീതിയിൽ, എനിക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വന്നു. നല്ല 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 കാര്യങ്ങളും എല്ലാം പറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ തന്നെ മോർണിംഗ് ടാസ്ക് ചെയ്തു. അപ്പോഴാണ് അനീഷ് പറയുന്നത്, ഈ ബിഗ് ബോസിൽ വരുന്നത് ആക്ടേഴ്സ് മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആക്ടേഴ്സ് മാത്രമാണ്, നമ്മൾ പോലെ സാധാരണക്കാർ മാത്രം വെച്ചിട്ട് ഒരു ബിഗ് ബോസ് നടത്താൻ പറ്റും. ഈ ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് ഇല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. സാബുമോൻ പറഞ്ഞ സംഭവം തന്നെ ഞാനും പറയുന്നത്, ഒരു ലോജിക്കില്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ സെലിബ്രിറ്റീസും അതുപോലെ അറിയപ്പെടുന്ന ആൾക്കാരും വരുന്ന ഒരു ഷോയാണ്. അതിന്റെ മെത്തേഡ് അങ്ങനെയാണ്. ആ ഒരു ഷോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം വെച്ച് കളിക്കുന്നത്. കാരണം അങ്ങനെ വെച്ച് കളിക്കുന്ന ആൾക്കാരെ വെച്ച് എടുക്കുമ്പോൾ, അങ്ങനെ വെച്ച് എടുക്കുന്ന ആൾക്കാര് അങ്ങനെ ഉള്ള ആൾക്കാർ വെച്ച് സീസൺ ചെയ്യുമ്പോഴാണ് പ്രേക്ഷകരായ ആൾക്കാർക്ക് മനസ്സിലാകുന്നു ഇവരുടെ റിയൽ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് കാണിക്കുക. സാധാരണ ഒരു കോമണർ ആയിട്ട് ആൾ വരും. ഇപ്പൊ ഞാൻ വരികയാണെന്ന് ചോദിച്ചോ, എന്നെപ്പോ ഞാനൊരു കോമണറാണ്. ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാതെ ഞാൻ സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്നു, കോളേജിൽ പോകുന്നു, ഒക്കെയാണ്. ഞാൻ ചിലപ്പോൾ കോളേജിൽ പോയാൽ ഞാൻ ചിലപ്പോൾ ബിഗ് ബോസിൽ പോയാൽ ഒന്നെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും എൻ്റെ യഥാർത്ഥ സ്വഭാവം ഇതാണെന്ന്. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് എൻ്റെ റിയാലിറ്റി എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു വശം അവർ കണ്ടിട്ടില്ല. എൻ്റെ ബിഗ് ബോസിലുള്ള വശമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ വശങ്ങൾ അവർ കണ്ടിട്ടുള്ളൂ. കാരണം സെലിബ്രിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ ആരെങ്കിലും, ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് വിചാരിച്ചോ, ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് ആൾക്കാരുടെ മുന്നിൽ കാണിക്കുന്ന ഒരു സ്വഭാവമാണ്. അതാണ് റിയൽ സ്വഭാവം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എന്നുള്ള ഷോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ എനിക്ക് ലോജിക്ക് ഒട്ടും തോന്നിയിട്ടില്ല അനീഷ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും സാധാ ഷോ വല്ല നടത്തിയാൽ പോരെ, വല്ല ഡാൻസ് ഷോയോ അല്ലെങ്കിൽ സിംഗറോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നു. ഇത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഇവര് ഒരു കോമണർ വെച്ചതെന്ന് വെച്ചാല്, ആ ഒരു കോമണർ വെച്ചിട്ട് ഈ സെലിബ്രിറ്റീസിനെ തകർക്കാൻ പറ്റുമോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരൊറ്റ കോമണർ വെച്ചിരിക്കുന്നത്. അടുത്തത് ഒരു സംഭവം പറഞ്ഞിട്ട് അനീഷ് സാബുമോൻ തന്നെ പറയുന്നുണ്ട്, ഒരു ഇതില്ലാത്ത ചോദ്യമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ. അനീഷ് ആണെങ്കിൽ ഉത്തരം പറയുന്നതിന് മുന്നേ എന്തിനാണ് നിങ്ങൾ പോകുന്നത്, ഇതാണ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അനീഷ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ടാസ്ക് ആണ് റോസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ സാബുമോൻ റോസ്റ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരെ പറ്റിയും സാബുമാൻ നല്ല രീതിയിൽ തന്നെ ഉള്ളത് തന്നെ പറ്റി പറയുന്നുണ്ട്. അതിന് മറുപടി ആയിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അനീഷിന്റെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ ഒരുപാട് ഡ്രമാറ്റിക്, അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ഈ ഡ്രമാറ്റിക് ആയിട്ട് പോകുമ്പോഴാണ് ഓവറായിട്ട് പോകുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞത് നന്നായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഞാൻ പറയുന്നത് ഇനി ഒരാഴ്ചയെങ്കിലും നിർത്തണമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. കാരണം സാബുമോനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ഡീസന്റ് പ്ലേ കളിച്ചാണ് എല്ലാവരും, അല്ലേ?
ഡീസന്റ് പ്ലേ കളിച്ചേനെ. ഇപ്പോൾ അനാവശ്യത്തിനുള്ള വഴക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിയേനെ. അപ്പോൾ എന്താണ് സാബുമോൻ വന്നത് നന്നായി എന്നാണ് എനിക്ക് പറയുന്നത്. അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു ഇതേപോലെ ആൾക്കാർ വരണേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ല, ഞാൻ പറഞ്ഞത് രഞ്ജിനി ഹരിദാസിനെയൊക്കെ അങ്ങ് കയറ്റി വിടണം. അങ്ങ് അടിപൊളിയായിട്ട് എന്താണ് അവരെ ഇത് തുറന്ന് അടിച്ച് പറയുന്ന ആളാണ് അവരൊക്കെ. അപ്പൊ അവരൊക്കെ വന്ന് അടിപൊളിയായിട്ട് തന്നെ പോകും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ ഇവർക്ക് മറ്റേ മൈജി ടാസ്ക് ഉണ്ടായിരുന്നു. അതിനു മുന്നേ നമ്മുടെ സാബുമോൻ പോവാണ്. ഞാൻ അപ്പൊ തന്നെ ഒരു ദിവസം നിന്നുള്ളല്ലേ, അപ്പത്തേക്കും പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇനിയും മനസ്സിലായിച്ചു ഒരാഴ്ച കൊണ്ട് നിർത്തണമായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ മൈജിയുടെ ടാസ്കും പിന്നെ അവരുടെ വേറൊരു ടാസ്ക്കാണ് പൊടികളുടെ ടാസ്ക്. വേറെ ഒന്നുമില്ല, രാത്രി ഒരു കിച്ചൺ വഴക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇതാണ് വലിയ രീതിയിൽ തന്നെ എപ്പിസോഡിൽ ഇല്ല. ഈ ഒരു സാബുമോൻ ഉണ്ടായിരുന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതായിരിക്കും ബൈ.